അങ്ങനെ 4th വീക്കും കടന്നുപോയി. 4th വീക്ക് അതിരമ്പുഴക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഫുൾ ഓഫ് പെരുന്നാളിൻ്റെ ആഘോഷങ്ങളായിരുന്നു. നേരെ പള്ളിയിൽ കഴിഞ്ഞ് പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. ആദ്യമെങ്കിലും എനിക്ക് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ എൻ്റെ ഫേവറേറ്റ് പഴംപൊരി. ഓൺ ദ നെക്സ്റ്റ് ഡേ വീടിൻ്റെ സൈഡിൽ നിന്നുള്ള കഴിഞ്ഞ പ്രദക്ഷിണമായിരുന്നു. അമ്മ നേർച്ചയൊക്കെ ഉണ്ടാക്കുന്നതിന് തിരക്കായിരുന്നു. ഞാൻ പിന്നെ വീടിൻ്റെ അവിടം സെറ്റാക്കാൻ വേണ്ടിയിട്ടും ലൈറ്റ്സ് ഒക്കെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. കഴിഞ്ഞ പ്രദക്ഷിണം കഴിഞ്ഞു. നേരെ വീണ്ടും വണ്ടിയെടുത്ത് നെക്സ്റ്റ് ഡേ ആൻറ്റിയുടെ വീട്ടിലോട്ടായി കിടക്കും. നാട്ടിൽ വരുമ്പോൾ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളൊന്നാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ ക്ലിനിക്കുള്ളപ്പം വേറെ എവിടെയും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. നൈറ്റ് വീട്ടിലെല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ദാണ്ട ചേട്ടൻ വരുന്നത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് വേറെ കാര്യം. ചേട്ടൻ വരുന്നതിൻ്റെ അന്ന് തന്നെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു. അതിലൊന്നാണ് ഇത്. പാവം മമ്മ ചെറുതായിട്ടൊന്ന് കരഞ്ഞ് കുളവാക്കിയോ എന്നൊരു സംശയം. സത്യം പറഞ്ഞെങ്കിൽ ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പോലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത്. വീണ്ടും പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ തന്നെ. പെരുന്നാൾ ടൈമിൽ നാട്ടിലുള്ളതിൻ്റെ മെയിൻ ഒരു ഗുണമെന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഒരേ സമയത്ത് കാണാൻ പറ്റും. പാലും നമ്മും കൂടി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. സംഭവം കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ ഈ വീക്കിലും കുറച്ച് ആശുപത്രി ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച ഇവിടെ തീരാനായി. സൺഡേ ആയി നേരെ പള്ളിയിലോട്ട് പോകണം. കുർബാന കൂടിയില്ലെങ്കിൽ മമ്മിയുടെ മുഖം ചിരിച്ചിരിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ കൂടെ വളർന്നു വന്നവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, അതും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഈ വീക്ക് കൂടുതലും പള്ളിയിലെ വിശേഷങ്ങളായിരുന്നു എനിക്കറിയാം. അടുത്ത ആഴ്ച അടുത്ത വിശേഷങ്ങളുമായി കാണാം. അപ്പം അതുവരെ ബൈ.